ഹലോ ഗൈസ്, അപ്പോൾ 11 മണിയായി. പണി ഇനിയുണ്ട് എടുക്കാൻ ബാക്കി. അപ്പോൾ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നും കുറച്ച് കോള് മേടിച്ചിട്ട് കുറേ കോള് മേടിക്കാത്ത കോളപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഡിഷല്ല എൻ്റെ കറിയിലൊന്ന്. പിന്നെന്താ പിന്നെ എൻ്റെ കൂറ ലുക്കൊന്ന് ഒഴിവാക്കി കേട്ടോ. ശുചിയായിട്ട് എൻ്റെ ടീഷർട്ട്. Say hi. Hi. Hey. ചേട്ടന് ലൈൻ ടീ വെച്ചിട്ടുണ്ടായി. ഞാനൊന്ന് വെച്ചു പുള്ളി. അപ്പോൾ അല്ലേ, ഇന്ന് ഗ്യാസിലല്ല കറി ഉണ്ടാക്കുന്നത്, ഞാൻ പുറത്തുണ്ടാക്കുന്നത് കേട്ടോ. പുറത്ത് മീൻസില്ലേ, ഈട ട്രൈപ്പോഡ് വെച്ചിട്ടാക്കുമ്പോൾ നേരാന്നില്ല, അതുകൊണ്ട് പുറത്ത് എങ്ങനെയെങ്കിലും ആക്കാം. പക്ഷെ കുറച്ച് ക്ലിയർ ഉണ്ട് പുറത്ത്. ഇപ്പം ഞാനിങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന വെളുത്തിട്ട് കാണുന്നില്ലേ, അങ്ങനെ. ഓക്കെ, ആടാ ഇന്ന് കറി വെക്കുന്നത്. ആടാ ചെക്കനും ചൂടുവെള്ളം, ചെക്കനെന്നല്ല കുളിക്കാനുള്ള ചൂടുവെള്ളമെല്ലാം ആടാക്കൽ, അതുകൊണ്ട് പാട് കറിയാക്കാന്ന് വെച്ച്. ഐറ്റംസ് എല്ലാം ഞാൻ മുറിച്ച് വെക്കുന്നത്. എന്തെന്ന് ഞാൻ കറിയിലിടുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, പിന്നെ ഒരു തക്കാളി എടുത്തിന്. തീ കത്തുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഇത് ഇടാം ഫസ്റ്റ്. ഓക്കെ, ഇത് ഞാൻ ഒറ്റക്ക് പിടിക്കുന്നില്ല, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും ക്യാമറ. എല്ലാം ഒത്തിരി കാണിക്കാവോ. 2 കറിവേപ്പില കൂടിയിട്ട് ഇടുന്നു കേട്ടോ. 2 കറിവേപ്പില കൂടി ഇടുന്നു കേട്ടോ. അങ്ങനെ ഇട്ടാലും മതി, അതെടുത്തിട്ടാലും മതി. അങ്ങനെ ഇട്ടാൽ അത് പിന്നെ എടുത്ത് കളയാലോ, ആരും തിന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. ഇത് തട്ടിയില്ല, ഇപ്പം എടുക്കുന്നത് ആദ്യമായിട്ട്. ഇത് ഗ്യാസിൽ തന്നെ കത്തിക്കലല്ലേ, അതുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്ത്. അമ്മ മുമ്പ് എടുത്തില്ലല്ലോ, ഞാൻ വന്ന പിന്നെ ഫസ്റ്റ് ടൈം അടുപ്പിൽ വെക്കുന്നുണ്ട്. അടുത്ത് കുടിക്കാൻ മതി. ഇവിടെ കത്തോന്ന് അറിയാതെ തീ പുറത്തോട്ടല്ല വരുന്നു. തക്കാളി ഇടാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, നിങ്ങളെ എരിവിനനുസരിച്ചിട്ട്. ഇത് വലിയ കാരില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ടത്. ഒരു സ്പൂൺ മല്ലിപ്പൊടി ആക്കാം. ഇതൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കറിയിൽ അടുക്കി പിടിച്ച് കക്കട്ട പോലെ ഇട്ടു. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ എന്താവും നമുക്കറിയാലോ ഗൈസ്. അങ്ങനെ തീ കത്തുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അയ്യോ എൻ്റെ കറി. അമ്മ
അമ്മ പറഞ്ഞു ഗ്യാസിൽ വെച്ചോ, നീ ആടമ്പ് വെക്കണ്ട, വീട് നേരായിട്ട് കിട്ടും. എൻ്റെ അഹങ്കാരം കുറച്ച് എൻ്റെ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ആക്കണോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തേക്ക് എല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് ആക്കുന്നുണ്ട്. ഇതിപ്പോൾ കറി മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റും. നമുക്ക് തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ ഇടാണ്ട് ഇങ്ങനെ ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. നമുക്കിത് വറവ് പോലെ മീൻസ് തേങ്ങ ഇട്ട വറവ് പോലെ ഇടുന്നതിനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നു. കുറച്ച് കുരുമുളകും, അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ടോട്ടെ. പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം മണോർക്ക് ഇടാം, അങ്ങനെയല്ല ചിലർക്ക് ഇതിൻ്റെ മണം ഇഷ്ടമാവില്ല. ഇത് കുറച്ചില്ലേ ഇങ്ങനെയാണ് കുറച്ചുകൂടി ഇതാക്കാനോ നോക്കട്ടെ. ആവശ്യത്തിന് കത്താണ്ടെക്കും, അനാവശ്യത്തിന് കത്തും. അതാണ് എൻ്റെ അടുപ്പ്. അയ്യോ നമുക്ക് അമ്മ അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ കറി റെഡി. അപ്പോൾ ഗൈസ് എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ ഓക്കെ, കാണാനും മോശമല്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാനാണ് ആരുമില്ല ഗൈസ്. അമ്മ അപ്പുറത്ത് ഫോണിലും ഉണ്ടെന്നുണ്ട്. ഷിജേട്ടന് പനിയാണ്ട് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, ഞാൻ നോക്കുന്നത്. നല്ലതാണ്. നിങ്ങൾക്ക് തേങ്ങ കൂട്ടിയിട്ടിടണമെന്നുണ്ടെങ്കിൽ സളവ് കൂട്ടിയിട്ടിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. കുറച്ചും കൂടി ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കിയാണ് പറഞ്ഞാൽ ചോറിന് സാമ്പാറുള്ളത്. ചിലപ്പോൾ ഷിജിയേട്ടന് സാമ്പാർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ടൈപ്പ് ആക്കിയേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.